എല്ലാവർക്കും നമസ്കാരം. അവിട്ടം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മതിന്മകൾ ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ശനിയുടെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് അവിട്ടം. അതുകൊണ്ട് അവിട്ടം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ശനി നക്ഷത്രാധിപനായ പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നാളുകളിൽ ജനിച്ചവരും ശനി രാശിയധിപനായ മകരം, കുംഭം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് ശനിക്ക് ആയുസ്, ജോലി പോലെയുള്ള പല കാരകങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നാളുകാരും മകരം, കുംഭം രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും അവിട്ടം നാളുകാർക്ക് നൽകുക. ശനിയുടെ നക്ഷത്രങ്ങളിലും രാശികളിലും ജനിച്ചവരിൽ പലരും നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവർത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അവിട്ടനാൾ ജനിച്ചവരുടെ ജാതകത്തിൽ ശനി നീചരാശിയിലോ 8-12 ഭാവങ്ങളുമായി ബന്ധപ്പെട്ടോ നിന്നാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ മുതൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വരെയുള്ള നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ കുറയാനായി അവിട്ടം നാളുകാർ അയ്യപ്പനെ പൂജിക്കുന്നതും അംഗവൈകല്യമുള്ള വ്യക്തികൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും ദോഷഫലങ്ങൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിട്ടം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.